എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 24 ഡേ 23 റിവ്യൂ ആണ്. അങ്ങനെ സംഭവബഹുലമായിട്ടുള്ളൊരു ദിവസം തുടങ്ങുകയാണ്. രാവിലെ പതിവ് പോലെ മോർണിംഗ് സോങ്, എല്ലാവരും ഡാൻസ് ചെയ്യുന്നു, പാട്ട് കഴിയുന്നു. അതിനുശേഷം മോർണിംഗ് ആക്ടിവിറ്റി ദുർഗുണ പരിഹാര പാഠശാല. നിങ്ങളിൽ തെറ്റ് ചെയ്തവരുണ്ട്, അതിൽ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കേണ്ടത് ആരെയൊക്കെയാണ് എന്ന് പറയുക. ആദ്യം ഋഷിയാണ് വന്നത്. ഋഷി വന്നിട്ട് ജാസ്മിനെ പറയുകയാണ്. റീസൺ പറയണത്, നമ്മൾ ആരും കാണാത്തത് ലാലേട്ടൻ വന്നപ്പോഴത്തേക്കിനും എപ്പിസോഡിൽ കാണിച്ചു തന്നു, അത് ശരിയായ ഏർപ്പാടല്ല. അപ്പോൾ ജാസ്മിൻ അയ്യേ എന്ന് വെച്ചു. അപ്പോഴത്തേക്കിന് ഋഷി ചോദിക്കുന്നത്, അയ്യേ എന്നോ, നിനക്കത് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ ബാക്കിയുള്ളവർ ഇവിടെ അറപ്പുള്ള ആൾക്കാരും ഉണ്ട് എന്ന് ഋഷി പറയുന്നു. ഇതിപ്പോൾ ഋഷി പറയാൻ കാരണം, ഇന്നലെ രാത്രിയിൽ ജാസ്മിനാണ് ചപ്പാത്തി ഉണ്ടാക്കിയത്. അപ്പോൾ അൻസിബ പറയുന്നുണ്ടായിരുന്നു കഴിക്കാൻ അറപ്പാണ്, അതിലൊക്കെ തുപ്പിയിട്ടിട്ടുണ്ടാവും എന്നൊക്കെ. അടുത്തത് ഋഷി പറയുന്നത് ജിൻഡോയാണ്. പകുതി നല്ല കാര്യങ്ങളാണ്, ബാക്കി പകുതി മണ്ടത്തരങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഋഷി ജാസ്മിനെയും ജിൻഡോനെയാണ് ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് അൻസിബയാണ്. അൻസിബ പറയുന്നത്, ഫസ്റ്റ് ഞാൻ ജിൻഡോനെയാണ് പറയുന്നത്. കാരണം ഭക്ഷണം എല്ലാവർക്കും കൂടിയുള്ളതാണ്. അത് എന്ത് പവർ കിട്ടിയെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് മാക്സിമം എടുത്ത് സ്വന്തമാക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഷെയറിങ് ഈസ് കെയറിങ് എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ട് ആദ്യം ജിൻഡോ, അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ. തുമ്മൽ എല്ലാവർക്കും വരുന്നതാണ്, തുമ്മിക്കോട്ടെ. പക്ഷേ അത് സ്പ്രെഡായി മറ്റ് പാത്രങ്ങളിലേക്കൊക്കെ വീഴുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ അതെടുത്ത് മാറ്റുക എന്നുള്ളത് ചെറുപ്പത്തിലേ പഠിക്കേണ്ടതാണ്. അത് പഠിക്കാത്തത് കൊണ്ട് ജാസ്മിനെയും പിന്നെ ജിൻഡോനെയും ജുവനൈൽ ഹോമിലേക്ക് വിടുന്നു. അത് കഴിഞ്ഞിട്ട് നോറയാണ് വരുന്നത്. നോറ ജാസ്മിനെയാണ് പറയുന്നത്, ഹൈജീൻ ഇഷ്യൂ തന്നെ. അതിനുശേഷം അപ്സര വന്നിട്ട് ജാസ്മിനെയാണ് പറയണത്. അപ്പോൾ അപ്സര പറയണത്, ശരിക്കും ആ ആക്ട് നടന്നപ്പോൾ ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം എനിക്ക് അതിൽ പ്രതികരിക്കാനായിട്ട് പറ്റിയില്ല, അതെൻ്റെ മിസ്റ്റേക്കാണ്. പക്ഷേ എന്നാലും ജാസ്മിൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ജാസ്മിനെ. റസ്മിൻ വന്നിട്ട് ജിൻഡോനെയും ജാൻമണീനെയാണ് പറയുന്നത്. രണ്ടുപേർക്ക് ഏതാണ്ട് ഒരു കാരണം തന്നെ. രണ്ടുപേരും വേറെ ആരും പറയണമെന്നും കേൾക്കൂല, അവരവർ പറയുന്നതാണ് ശരിയെന്നാണ് രണ്ടുപേരുടെയും വിചാരം. അതുകൊണ്ട് റസ്മിൻ ജിൻഡോനെയും ജാൻമണീനെയും പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജിൻഡോ അവിടെയുള്ള ഏകദേശം എല്ലാവരെയും പറഞ്ഞു കഴിഞ്ഞു. ആദ്യം പറയുന്നത് അർജുനെയാണ്. അർജുൻ ക്യാപ്റ്റൻ സ്ഥാനം കിട്ടിയപ്പോഴത്തേക്കിനും അതിനെ മിസ്യൂസ് ചെയ്ത് പവർ റൂമിൽ കയറാനായിട്ടൊരു ചാൻസ് കിട്ടിയപ്പോഴത്തേക്കിനും ഇവിടെ സേഫ് അല്ലാത്തത് കൊണ്ട് അർജുനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് പവർ റൂമിലേക്ക് എടുത്തത്. അപ്പോൾ റസ്മിൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, അങ്ങനൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ പിന്നെ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്, ഇതൊന്നും അല്ല റീസൺ എന്ന്. പിന്നെ അർജുൻ ക്യാപ്റ്റൻ ചായ ചോദിച്ചപ്പോഴത്തേക്കിനും അത് നിഷേധിച്ചു. ഞാൻ അതിനകത്തൊരു അഭിപ്രായവും പറഞ്ഞില്ല, പിന്നെ അത് അർജുൻ്റെ തീരുമാനമായിരുന്നു എന്നുള്ള രീതിയിൽ. അർജുൻ അത് കഴിഞ്ഞിട്ട് വന്ന് പറയുന്നുണ്ട്, ഈ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ജിൻഡോ പറയുന്നുണ്ടായിരുന്നെന്ന്, അതേതായാലും നീ പറഞ്ഞത് നന്നായി, എനിക്കങ്ങനെ പറയാനായിട്ടൊരു ചെറിയ വിഷമം ഉണ്ടാവും, നീ പറഞ്ഞ ആ തീരുമാനം നന്നായി എന്ന് പറഞ്ഞിരുന്നു എന്ന്. ജിൻഡോ പിന്നെ ഓരോരുത്തരുടെ പേരുകളായിട്ട് പറയുന്നുണ്ട്. അപ്സരേൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്സര പിന്നെ പല്ല് തേച്ചിട്ട് വാഷ് ബേസിനിൽ തുപ്പാതെ വേസ്റ്റ് ബിന്നിൽ തുപ്പിയെന്ന്. അത് കഴിഞ്ഞിട്ട് റസ്മിനെ പറയുന്നുണ്ട്. റസ്മിൻ വളർന്നു വന്ന ഏരിയയുടെ വ്യത്യാസമായിരിക്കും, അതുകൊണ്ടാണ് ലാലേട്ടൻ വന്ന സമയത്ത് പിന്നെ ആ രീതിയിൽ പെരുമാറിയെന്ന്. അപ്പം തന്നെ റസ്മിൻ അവിടെ പറഞ്ഞു, തീർന്നു, നീ തീർന്നു എന്ന്. അപ്പോൾ ജിൻഡോ പറയാണ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അന്ന് ലാലേട്ടൻ വന്ന ദിവസം എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ല, പിന്നെ അയാൾ പറയണത് തെറ്റാണെന്ന് ഞാൻ പറയും. ഇത്രയും വലിയ പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് റസ്മിൻ പിന്നെ അത് ദുരുപയോഗിക്കാൻ അറിയില്ല എന്ന്. അപ്പോൾ എല്ലാവരും ഇതെന്തൊക്കെ പറയണേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല അത് ദുരുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. പിന്നെ ഗബ്രീനെ പറ്റി പറയുന്നു. ഒരു സമൂഹത്തിലിരിക്കുമ്പോൾ ഒരു മാനേഴ്സ് ഉണ്ട്, അതില്ലാത്തത് കൊണ്ട് ഗബ്രീനെയും മറ്റേ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കുന്നു. അത് കഴിഞ്ഞിട്ട് ജാസ്മിനെ പറയുന്നു. ജാസ്മിൻ ഇന്ന് രാവിലെ പിന്നെ എല്ലാ കുപ്പിയിലും വെള്ളം നിറച്ച് വയ്ക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇരുന്ന് മേക്കപ്പ് ചെയ്യായിരുന്നു, ചെയ്ത കാര്യം തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ജിൻഡോ പോയി. അടുത്തത് ജാൻമണിയാണ് വരുന്നത്. ജാൻമണി വന്നിട്ട് നോറേനെയാണ് പറയുന്നത്. നോറയ്ക്ക് ചെറിയ കാര്യങ്ങൾ മതി, അപ്പം തന്നെ ഇമോഷണലി വീക്കാവും, സില്ലി കാര്യം മതി അപ്പം തന്നെ കരയും. ഇത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ നോറ ഏകദേശം കരയാൻ റെഡിയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ജാൻമണി ജാസ്മിനെയും കൂടെ പറയുന്നുണ്ട് തുമ്മലിൻ്റെ ഹൈജീൻ്റെ പ്രശ്നം കാരണം. അത് കഴിഞ്ഞിട്ട് ഗബ്രി വരുന്നുണ്ട്. ഗബ്രി പറയണത്, ദുർഗുണങ്ങളുടെ പാഠശാലയായിട്ട് ഈ വീട്ടിൽ ഉള്ള ഒരാളാണ്, അതാണ് മിസ്റ്റർ ജിൻഡോ. എടുത്തു പറയണമെന്നില്ല, പറയാനാണെങ്കിൽ ഇങ്ങനെ വൈകുന്നേരം വരെ പുള്ളീനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പുള്ളി ചെയ്യണതൊക്കെ ദുർഗുണങ്ങളാണ്, അതുകൊണ്ട് ആദ്യം തന്നെ ജിൻഡോനെയാണ് ഞാൻ അങ്ങോട്ട് അയക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ വന്നിട്ട് ജാനുവിനെ പറയും, എന്ത് പറഞ്ഞാലും
പിന്നെ ജാനു ഉള്ളിലേക്ക് എടുക്കും. അത് കഴിഞ്ഞിട്ട് ജിൻഡോ കാക്കാനെ പറയും. ജിൻഡോ കാക്ക ചക്ക 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 എന്ന് പറയുമ്പോൾ മാങ്ങാണ്ടി 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 എന്നാണ് കേൾക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നോറേനെ പറയും. നോറ ഭയങ്കര ഇമോഷണൽ ഡ്രാമ കാണിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ വന്ന് നിന്ന് എൻ്റെ ഹൈജീനിനെ പറ്റി പറയുന്നുണ്ട്. ആദ്യം സ്വന്തം തലയിലെ പേൻ എടുത്ത് കളഞ്ഞിട്ട് മറ്റുള്ളവരുടെ ഹൈജീനിനെ പറ്റി പറയാനായിട്ട് ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട്. നോറ തീർന്നു ഇതും കൂടെ കേട്ടപ്പോഴത്തേക്കിനും. അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റി അവസാനിച്ചപ്പോഴത്തേക്കിനും എല്ലാവരും എഴുന്നേറ്റൊന്നും പോയിട്ടില്ല. അപ്പോഴത്തേക്കിനും ജാൻമണി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പിന്നെ ജാസ്മിനോട് പറയുന്നു, ജാനു ചേച്ചി എന്ന് വിളിക്കണം, എനിക്ക് 35 വയസ്സുണ്ട്, എൻ്റെ ഏജിനെ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ചേച്ചി അതിനിവിടെ പിന്നെ ജാനു ഇവിടെ ഏജൊന്നും ഇല്ല. അപ്പോൾ ജാൻമണി പറയുന്നുണ്ട്, നിന്നേക്കാളും 10-15 വർഷം മൂത്തതാണ് ഞാൻ, അപ്പോൾ അതുകൊണ്ട് എന്നെ റെസ്പെക്റ്റ് ചെയ്യണമെന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് അർജുൻ വന്ന് സംസാരിക്കുന്നുണ്ട്. അർജുൻ പറയുന്നത് പവർ റൂമിലേക്ക് വന്നതിന് ശേഷം ഒരു തീരുമാനം എടുത്തിരുന്നു, പവർ റൂമിൽ നടക്കുന്ന ഡിസ്കഷൻ പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ പവർ ടീമിലെ ഒരു മെമ്പർ അത് പുറത്ത് പറഞ്ഞതുകൊണ്ട് പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു ദിവസത്തെ ഫ്ലോർ ക്ലീനിങ് ജിൻഡോനെ കൊണ്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ തന്നെ ഗബ്രി എവിടെ നിന്ന് എഴുന്നേറ്റ് പറയുന്നുണ്ട്, ഇനി ഞാൻ ജിൻഡോനെ റെസ്പെക്റ്റ് ചെയ്യില്ല, ജിൻഡോനെ ഞാനൊരു പവർ ടീം മെമ്പറായിട്ട് റെസ്പെക്റ്റ് ചെയ്യില്ല, ബാഴ്ജിനെ റെസ്പെക്റ്റ് ചെയ്യില്ല എന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ജിൻഡോനെ ഗബ്രി റെസ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്? അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടങ്ങി റസ്മിൻ ജിൻഡോ വഴക്ക്. റസ്മിൻ ചോദിക്കുന്നത്, ഡോ ഞാൻ വന്ന ഏരിയയ്ക്ക് എന്താണോ പ്രശ്നം, അത് താൻ എന്താണോ ഉദ്ദേശിച്ചത്? അപ്പോൾ ജിൻഡോ, നീ വന്ന ഈ ഏരിയയുടെ പ്രശ്നമാണ് നീ അന്ന് ലാലേട്ടനോട് അങ്ങനെ പെരുമാറിയത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നു. പണ്ട് ഞാൻ അവിടെ മത്സരത്തിന് വന്ന സമയത്ത് പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ജിൻഡോയ്ക്ക് പോലും അറിയില്ല ജിൻഡോ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്, ഇതൊക്കെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ. ചുമ്മാ വായി തോന്നിയത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ അതിനെ തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് തോന്നിയാലെങ്കിലും അത് തിരുത്തുക, അതില്ല. അത് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ജിൻഡോ ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു നാടിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു കാരണവശാലും പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ പറഞ്ഞത് ജിൻഡോയാണ്. പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലായാലും അത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. ജിൻഡോയോട് സംസാരിച്ച് റസ്മിൻ ആകെ ദേഷ്യമായി. റസ്മിൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴത്തേക്കിനും അർജുൻ പറഞ്ഞ് എല്ലാം വലിച്ചു വാരിയിട്, അയാൾ ക്ലീൻ ചെയ്യട്ടെ എന്ന്. അങ്ങനെ റസ്മിൻ കിച്ചണിൽ പോയിട്ട് വേസ്റ്റ് ഫുള്ള് മുട്ടേൻ്റെ തോടും അതും ഇതുമൊക്കെ പിച്ചി കീറി അവിടെ ഫ്ലോറിലിട്ട്. അപ്പോൾ ബാക്കിയുള്ളവർ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യരുത്, ഇവിടെ ഈ മുട്ടേൻ്റെ ഇതൊക്കെ ഇടരുത്, സ്മെല്ല് വരും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ റസ്മിൻ വന്നിട്ട് സോറി എന്ന് പറഞ്ഞിട്ട് റസ്മിൻ തന്നെ അത് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നോറയും ഈ പെറുക്കിയിട്ട സാധനങ്ങൾ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ജിൻഡോ പറഞ്ഞ്, എനിക്ക് തന്ന ഡ്യൂട്ടിയാണ്, എനിക്ക് തന്ന പണിഷ്മെൻറ്റാണ്, ഞാനത് ചെയ്തോളാം, വേറെ ആരും ചെയ്യരുതെന്ന് പറഞ്ഞ് നോറേൻ്റെ കയ്യിൽ നിന്ന് ചൂലങ്ങ് വാങ്ങി. അപ്പോഴേക്കും നോറ ആകെ അവിടെ കിടന്ന് ഒച്ചയിടാൻ വന്നപ്പോഴത്തേക്കിനും പിന്നെ തുടങ്ങി ജാൻമണി നോറയായിട്ടുള്ള വഴക്ക്. നീ ഇപ്പം എന്താ ചെയ്യുന്നത്, ഇന്നലെ നീ ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലാകെ വഴക്കായി. ജാൻമണി നോറയോടോ, നിൻ്റെ ഡ്രാമ തുടങ്ങാനായോ, നിൻ്റെ കരച്ചിൽ തുടങ്ങാനായോ, പിന്നെ അത് 3rd ക്ലാസ് ഡ്രാമയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം നോറ, ഞാൻ 3rd ക്ലാസ് ആണോ എന്ന് പറഞ്ഞിട്ട് ആകെ ഒച്ചയും ബഹളം. അപ്പം പിന്നെ ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട് എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കുക. വഴക്കിടുന്നത് അതിര് കിടക്കാതിരിക്കാനായിട്ട് വാണിംഗ് കൊടുക്കുന്ന എല്ലാവർക്കും. അത് കഴിഞ്ഞിട്ടും നോറയും ജാൻമണിയും തമ്മിൽ വഴക്ക്. ജാൻമണി ഫേക്ക് പെണ്ണെ, നീ ഫേക്ക് ഗേളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പിന്നെ എന്താണ് നോറ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പെണ്ണാന്നുള്ളൊരു ബോധം വേണം, ഞാൻ മാത്രമാണ് ഇവിടെ കരയണേന്നൊക്കെ ചോദിച്ചിട്ട് ആകെ വൊമിറ്റ് ചെയ്യുന്നുണ്ട്. വേഗം ബാത്റൂമിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് നോറ കരച്ചിൽ. ഇതിനിടയ്ക്ക് റസ്മിൻ ഒരു വഴിക്ക് വേറെ ഭയങ്കര കരച്ചിൽ. അതിൽ ഋഷി വന്നിട്ട് ജിൻഡോനോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന്. ജിൻഡോ വേറെ എന്തൊക്കെയോ ഒക്കെ കാര്യം പറയുന്നുണ്ട്, എൻ്റെ മസിലിനെ പറ്റി പറഞ്ഞു, എങ്ങനെയാന്നൊക്കെ. അവസാനം എന്നിട്ട് അവിടുന്ന് പറയുന്നുണ്ട് അവൾ ഗുണ്ടായിസാണ് കാണിക്കുന്നത്, അവൾ ഇവിടുത്തെ ഗുണ്ടയാണ്, അത് അവൾ വളർന്ന ഏരിയേൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പിന്നെയും അത് ആവർത്തിച്ച് തന്നെ പറയുന്നുണ്ട്. അവസാനം ഋഷിക്ക് ദേഷ്യമായിട്ട് ഋഷി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം ജിൻഡോ കൊടുത്ത പണിഷ്മെൻറ്റ് ചെയ്യാനായിട്ട് ഫ്ലോർ ഇങ്ങനെ ഒരു വശത്ത് നിന്ന് ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അർജുൻ പെട്ടെന്ന് വന്ന് തൂത്ത സ്ഥലത്ത് ഇങ്ങനെ കയറി തൂക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് നിന്ന്. അപ്പോൾ ജിൻഡോ പറഞ്ഞു, മാറ് ഞാൻ തൂക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കിനും മാറുന്നില്ല, അവിടെ തന്നെ നിൽക്കുക. ജിൻഡോ കുറേ നേരം കൊണ്ട് പറയുന്നുണ്ട്, മാറ് ഞാൻ തൂക്കട്ടെ എന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഗബ്രിയും കൂടെ അവിടെ വന്ന് നിന്നു. എന്നിട്ട് ഇവർ ഈ വേസ്റ്റുള്ള ഭാഗത്തുനിന്ന് ചവിട്ടിയിട്ട് തൂത്ത് ഒഴിവാക്കിയ ഭാഗത്തേക്ക് ഇങ്ങനെ ചവിട്ടി കയറുകയാണ്. അപ്പം ജിൻഡോ കുറേ നേരം കൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ചൂല് വെച്ച് ഇങ്ങനെ തൂക്കുമ്പോൾ കാലേ കൊള്ളും, ഞാൻ അടിക്കും, നിങ്ങൾ ഇറങ്ങ്, അവിടുന്ന് മാറി നിൽക്കുക, അവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് വഴക്കായ സമയത്ത് പിന്നെ ജിൻഡോനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നു. കൺഫെഷൻ റൂമിൽ നിന്ന് ജിൻഡോനോട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ഇവിടെ നേരത്തെ നടന്ന കാര്യങ്ങളൊക്കെ മറന്നു എന്ന്. അപ്പോൾ ജിൻഡോ ഏത് കാര്യം എന്ന് പറഞ്ഞപ്പോൾ റോക്കിൻ്റെയും സിജോൻ്റെയും കാര്യം ഓർമ്മയുണ്ട്.
അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, ജിൻഡോ ഇവിടെ കയ്യാങ്കളിയൊന്നും പാടില്ല, അങ്ങനെയാണെങ്കിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന്. അപ്പം ആകെ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായി. അപ്പോൾ ജിൻഡോ പറയാണ്, ബിഗ് ബോസ് കണ്ടില്ലേ മുട്ടയുടെ തോട്? അപ്പോൾ മുട്ടയുടെ തോടൊക്കെ കൊണ്ടാണ് കൺഫ്യൂഷൻ റൂമിലേക്ക് വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഫ്ലോറിൽ പൊടിച്ചിട്ടിരിക്കുകയായിരുന്നു. ബിഗ് ബോസ് കാണുന്നില്ലേ അവർ ചെയ്യുന്നതൊക്കെ? അവരെയും കൂടെ വിളിച്ചിട്ട് ബിഗ് ബോസ് ഇതുവരെ സംസാരിക്കണം, അല്ലെങ്കിൽ അവരൊക്കെ എന്നെ കളിയാക്കും. അവർ ജാൻമണിക്ക് ചായ കൊടുത്തില്ല, ഇതൊക്കെ പവർ റൂമിന് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കൺഫ്യൂഷൻ റൂമിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കരയുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, ജിൻഡോ ഇവിടെ പല വെല്ലുവിളികളും നേരിട്ട് വേണം പിന്നെ അതിജീവിക്കാനായിട്ട്. അതാണ് ഈ ബിഗ് ബോസ് മത്സരത്തിൻ്റെ അജണ്ട എന്ന്. അപ്പോൾ ജിൻഡോ പറയാം, തളരില്ല ഞാൻ, ബിഗ് ബോസ് ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് വരെ തളരില്ല ഞാൻ. അപ്പോൾ ബിഗ് ബോസ്, ജിൻഡോ നിങ്ങളൊരു നല്ല മത്സരാർത്ഥിയാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ട് താങ്ക് യു, അത് കേട്ടാൽ മതി. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾ തെറ്റിലേക്ക് പോകാതിരിക്കാനാണ് ഇപ്പോൾ വിളിപ്പിച്ച് ഇത് പറയണേന്ന്. അത് കഴിഞ്ഞിട്ട് ജിൻഡോ പറയാം, ബിഗ് ബോസ് അവരെയും കൂടെ വിളിപ്പിച്ച് പറയണം, അവർക്കും കൂടി ഇത് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് എന്നെ കളിയാക്കുന്നു. അവസാനം ഒരുവിധം ബിഗ് ബോസ് ജിൻഡോനെ പറഞ്ഞ് പുറത്തേക്ക് വിട്ടു. കൺഫ്യൂഷൻ റൂമിലിരുന്നിട്ട് കരഞ്ഞ് പറഞ്ഞ ആളൊക്കെ പുറത്ത് വന്നപ്പോഴത്തേക്കിനും മാറി. പുറത്ത് വന്ന് അവരോട് നേരെ മോശം വർത്താനം തുടങ്ങി. നിങ്ങളെപ്പോലുള്ള ഒരു മോശം വീട് പറഞ്ഞിട്ട് പോലുള്ളവരെ തല്ലിയിട്ട് പോകരുത് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞതെന്ന്. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വീണ്ടും അവിടെ ഒരു ചെറിയ വഴക്ക്. അത് കഴിഞ്ഞിട്ട് ടാസ്ക് തുടങ്ങുക. അലക്ക് കമ്പനി എന്നാണ് ടാസ്കിൻ്റെ പേര്. അതിൽ കൂടുതൽ പോയിൻ്റ് നേടുന്ന ടീമിൽ നിന്ന് ഒരാൾ ക്യാപ്റ്റനാവും. ആ ക്യാപ്റ്റനാണ് അടുത്ത പവർ ടീമിനെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെയുള്ള എല്ലാ ടീമും മത്സരത്തിൽ പങ്കെടുക്കണം. 4 ടീം, അതായത് പവർ ടീം, ഡെന്ന്, നെസ്റ്റ്, ടനൽ. അങ്ങനെ ടാസ്ക് തുടങ്ങുന്നു. ബസർ അടിക്കുമ്പോഴത്തേക്കിനും ഓരോ ടീമിൽ നിന്നും ആൾക്കാർ വന്നിട്ട് അവിടെ വെച്ചിരിക്കുന്ന തുണികൾ ആവശ്യമുള്ളത് ഓരോ ടീമിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. അയ്യോ, വെള്ളം എടുക്കാൻ വേണ്ടപ്പോഴത്തേക്കിനും പൈപ്പിൻ്റെ ചുവട്ടിൽ ജിൻഡോ ഒരു രക്ഷയില്ല, ആരെയും കൊണ്ട് എടുപ്പിക്കുന്നില്ല. ഉന്തും തള്ളുമായിട്ട് അവസാനം പൈപ്പ് മറിച്ചിട്ടിട്ട് ജിൻഡോ വിടുന്നില്ല, അവിടുന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ജിൻഡോ ഒരു രക്ഷയില്ല, ഇരുന്നും കിടന്നും കാറിയും ഒച്ചയിട്ടും അലക്കൽ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇടവേള വരുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ട് വീണ്ടും തുടങ്ങുന്നു. ഇതേപോലെ ബസർ കേൾക്കുമ്പോഴത്തേക്കിനും പുതിയ തുണികൾ വന്നെടുക്കുക, അത് വീണ്ടും കഴുകി കറ കളഞ്ഞ് തേച്ച് മിനുക്കി പിന്നെ കൊടുക്കുക. അങ്ങനെ സെക്കൻഡ് റൗണ്ട് തുടങ്ങിയപ്പോഴത്തേക്കിനും ശ്രീരേഖ ഓടി വന്നത് അവിടെ വീണ് കാലിന് പരിക്ക് പറ്റി. അങ്ങനെ ശ്രീരേഖേനെ എടുത്തുകൊണ്ട് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുവന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നു, ഇനി ക്വാളിറ്റി ചെക്കിങ്ങിനുള്ള സമയമാണെന്ന്. അങ്ങനെ ടണൽ ടീമിൻ്റെ ഡ്രസ്സുകൾ ചെക്ക് ചെയ്യുന്നത് പവർ ടീം മെമ്പറായിട്ടുള്ള ജിൻഡോയാണ്. അപ്പോൾ ജിൻഡോ ഓരോന്നായിട്ട് എടുത്ത് വെച്ചിട്ട് ഉണങ്ങാത്തത് ഇങ്ങനെ ഉണങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സ് എടുത്ത് മാറ്റുന്നു. തേച്ചത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സ് എടുത്ത് മാറ്റുന്നു. അതൊക്കെ ജെനുവിനായിട്ടുള്ള റീസൺസ് വെച്ചിട്ടാണ് ജിൻഡോ സംസാരിക്കുന്നത്. അനാവശ്യമായിട്ട് എടുത്ത് മാറ്റി വെച്ചതായിട്ടൊന്നും കാണാനില്ല. എല്ലാം ഓരോന്നും റീസൺ പറഞ്ഞിട്ടാണ് ജിൻഡോ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും ഗബ്രി ഓരോന്ന് അവിടുന്ന് പറയാൻ തുടങ്ങി. അവസാനം പറഞ്ഞ് കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. പുറത്തുള്ള വലിയ ജഡ്ജാണെന്ന് പറഞ്ഞ് നടക്കുന്ന ചില ചെറ്റകളെ പോലെ ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങൾ ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിനും കറക്റ്റായിട്ടേ ചെക്ക് ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ ഇത് കേട്ടതും ജിൻഡോ പറയുന്നതാണ്, ചെറുക്ക ചെറ്റയെന്നൊക്കെ വീട്ടിലിരിക്കുന്ന പിന്നെ അപ്പനെ പോയി വിളിക്കണമെന്ന്. അത് കേട്ടതും പിന്നെ ഗബ്രിക്ക് ഒന്നുകൂടെ ഇതായി. ഗബ്രി പിന്നെ തിരിച്ചങ്ങോട്ട് ജിൻഡോൻ്റെ അച്ഛനെ വിളിക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നാറി എന്നൊക്കെ ജിൻഡോനെ ഗബ്രി വിളിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കായി. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഗബ്രി അവിടെ ഇരുന്നിട്ട് ഈ വിക്ടിം കാർഡ് ഇറക്കിയിട്ടൊക്കെ കളിക്കുന്നുണ്ട്. ജിൻഡോയ്ക്കെതിരെ ജിൻഡോൻ്റെത് ബാഡ് ടച്ചാണ്, അത് ഞാൻ പുറത്ത് പറയാത്തതാണ്, അയാൾ പോയി ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, മനുഷ്യത്വം വിചാരിച്ചിട്ടാണ് എന്നൊക്കെ. ഒരാവശ്യമില്ലാതെ ഗബ്രിയാണ് ആദ്യം പോയിട്ട് അങ്ങോട്ട് ചെറ്റേന്ന് വിളിച്ചത്. ഗബ്രിക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ ജിൻഡോനെ അല്ലാതെ തന്നെ അവിടുന്ന് പ്രൊവോക്ക് ചെയ്യായിരുന്നു. പക്ഷേ എല്ലാ സമയത്തും ഗബ്രി ഇങ്ങനെ ആരോടൊക്കെ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ അവരോടൊക്കെ ഗബ്രി ചെയ്യുന്നൊരു കാര്യമാണ് അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക്, ഈ പ്രേക്ഷകർ വിചാരിക്കും ഇയാൾ എന്തൊക്കെ പ്രൊവോക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈ രീതിയിൽ സംസാരിക്കുന്നത് കൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കായിരിക്കും സപ്പോർട്ട് കിട്ടുക. ഇവിടെ ജിൻഡോ ചെയ്തതും തെറ്റാണ്. പക്ഷേ ഗബ്രി എന്തിനാണ് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ മര്യാദയ്ക്ക് ജിൻഡോൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ജിൻഡോയും അവിടെ ഗെയിം കളിക്കാനാണ് വന്നത്. ജിൻഡോയ്ക്ക് ഏത് രീതിയിൽ വേണേലും അവിടെ ഗെയിം കളിക്കാം, ഡ്രസ്സ് എടുത്ത് മാറ്റാം, മുഴുവനും ഡ്രസ്സും മാറ്റാം, അതൊക്കെ ജിൻഡോൻ്റെ ഗെയിമാണ്. അത് മനസ്സിലാക്കാതെ അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യാൻ ഈ രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ച് തുടങ്ങിയത് ഗബ്രിയാണ്. ഇത് മാത്രമല്ല, ജിൻഡോനെ ഒരുപാട് തവണ മണ്ടൻ, കൊരങ്ങൻ, ബുദ്ധിയില്ല, നാണം കെട്ടവൻ എന്നൊക്കെ ഒരുപാട് തവണ ഗബ്രി ഇതിനു മുമ്പും വിളിച്ചിട്ടുണ്ട്. വൈകുന്നേരം ജിൻഡോ ഫ്ലോർ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതേപോലെ അനാവശ്യ വർത്താനം പറഞ്ഞിട്ട് ഗബ്രി ജിൻഡോനെ വല്ലാതെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും അവസാനം ബിഗ് ബോസിനെ വാൺ ചെയ്യേണ്ടി വന്നു ഗബ്രീനെ.
ഗബ്രി പ്രൊവോക്ക് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ കുറച്ചും കൂടെ പ്രേക്ഷകരെയും കൂടെ മനസ്സിലാക്കിയിട്ട് കളിക്കുകയാണെങ്കിലല്ലേ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. ഇതിപ്പം പുള്ളീനെ വെറുതെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് എല്ലാവരും കൂടെ പുള്ളീനെ ഒറ്റപ്പെടുത്തുന്നത് പോലൊരു ഫീലാവും, ജിൻഡോനെ ഒറ്റപ്പെടുത്തുന്നത് പോലൊരു ഫീലാവും. ആ രീതിയിലുള്ള സംസാരമാണ് ഗബ്രിയും ജിൻഡോൻ്റെ നേർക്കു പറയണത്. ഈ വിക്ടിം കാർഡൊക്കെ ഇറങ്ങി കളിക്കുന്ന സമയത്ത് എങ്ങനെ പോയാലും ജിൻഡോയ്ക്ക് തന്നെ സപ്പോർട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ എല്ലാ ടീമിൻ്റെയും ക്വാളിറ്റി ചെക്കിങ് കഴിഞ്ഞപ്പോഴത്തേക്കിനും നെസ്റ്റിനാണ് ഫസ്റ്റ് കിട്ടിയത് 3 പോയിൻ്റ്. സെക്കൻഡ് ഡെന്നിനും ടണലിനും കിട്ടി 2 പോയിൻ്റ്. തേർഡ് പവർ ടീമിന്. അങ്ങനെ എപ്പിസോഡ് കഴിഞ്ഞു. ഇനി BB+ലായിരിക്കും തോന്നുന്നു ജാൻമണി തലകറങ്ങി വീണതും ബാക്കി പിന്നെ ജാസ്മിനും ശരണ്യയൊക്കെ കൂടിയായിട്ടുള്ള വഴക്കൊക്കെ ഉണ്ട്. അതൊക്കെ BB+ലായിരിക്കും തോന്നുന്നു. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരുന്നത്.